നീതിക്കു വേണ്ടി ശബ്ദിക്കുന്നവർ അല്ലെങ്കിൽ സംസാരിക്കാൻ ധൈര്യപ്പെടുന്നവര് നേർത്ത് ഇല്ലാതായി വരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ഫ്രെയിം. ഒരു സൈഡില് ഫാദർ പോൾ തേലക്കാട്ട്, മറുഭാഗത്ത് നാസർ ഫൈസി പോലെയുള്ള ആളുകള്, നടുവില് വേടൻ. നമുക്കറിയാം കേരളത്തില് സെലിബ്രിറ്റികള് ശരി ഏതാണെന്ന് അറിഞ്ഞിട്ട് പോലും പലതരം ചാപ്പകൾ ഭയന്നിട്ട്, കരിയറിനെ ഭയന്നിട്ട്, സൈബർ ലിഞ്ചിങ്ങിനൊക്കെ ഭയന്നിട്ട് നിലപാടുകളിൽ മായം ചേർക്കും. ഫലസ്തീൻ ഒരു വലിയ വംശഹത്യയുടെ വക്കിലുള്ള ഒരു കോസാണ്. ലോകം മൊത്തം അതിനുവേണ്ടി ഇറങ്ങുന്നത്. അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. വേറെ ഒരു വിഷയം വെച്ചും താരതമ്യം ചെയ്യാൻ കഴിയാവുന്നതിലപ്പുറമുള്ള വംശഹത്യ, ലോകം കണ്ട ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ വംശഹത്യയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നതും. അങ്ങനെ ഒരു സമയത്ത് പോലും നിലപാട് പറയാൻ മടിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാം. അത് ശരിയെന്താണെന്ന് അറിഞ്ഞിട്ടും അവർക്ക് കഴിയാത്തതിന്റെ നിസ്സഹായാവസ്ഥയാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്. ലോകം മൊത്തം ഫലസ്തീനു വേണ്ടി നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുള്ളത് നമ്മുടെ നാട്ടിലാണ്, കേരളത്തില്. അത് വംശീയ ഭീകരരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വംശീയവാദികൾക്കേ കഴിയൂ. നാളെ ഒരു ഫലസ്തീൻ നമ്മുടെ കേരളത്തിൽ സാധ്യമാക്കാന തരത്തിൽ നാവ് നുണഞ്ഞിരിക്കുന്ന ആൾക്കാരെ അത് ഏത് കുടിയുടെ കീഴിലാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവർക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ഘട്ടത്തിൽ സകല ചാപ്പകളും ഇനി കിട്ടാനൊന്നുമില്ല, ആകെ നനഞ്ഞാൽ കുളിരില്ല എന്ന് പറയുന്ന പോലെ ഈ മനുഷ്യന് വീണ്ടും അയാളുടെ മാനവിക രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ്. ഹാറ്റ്സ് ഓഫ് വേടൻ. നട്ടലുള്ള സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ നട്ടലുള്ള മനുഷ്യർക്ക് നിവർന്ന് നിന്ന് ഒരു ചാപ്പകളെയും ഭയക്കാതെ നിലപാട് പറയാൻ പറ്റും.